നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത് എന്ന് പേടിയില്ലടോ. എന്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചരിക്കുന്ന കാലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും പാപമല്ലടോ. അതൊക്കെ ഇന്ന് സാധാരണ കാര്യമായി. ഒരു പെണ്ണിന്റെ കൈ പിടിക്കുന്നത്, ഒരു പുരുഷന്റെ കയ്യിൽ തൊടുന്നത്, കൂടെ പഠിക്കുന്നവന് തൊട്ടാൽ എന്റെ പൊന്നുമോൾക്ക് ഫർദ ഇട്ടവൾക്ക് കുഴപ്പമില്ല. കാരണം ഞങ്ങൾ ഫ്രണ്ട്സുകളാണ്. എന്റെ ചെറുപ്പക്കാരികളോട് പറയുകയാ, വ്യഭിചാരമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുമോ? പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈയ്ക്ക് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്, ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നത് കണ്ണിന്റെ വ്യഭിചാരമാ. സിനിമ കാണുന്നത്, സീരിയൽ കാണുന്നത്, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്നത്, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നത്, അത് കണ്ണിന്റെ വ്യഭിചാരമാണ് വാപ്പാ. ചെവി കൊണ്ട് കേൾക്കുന്നത് ചെവിയുടെ വ്യഭിചാരമാ. നാവ് കൊണ്ട് പറയുന്നത് നാവിന്റെ വ്യഭിചാരമാ. കൈ കൊണ്ട് തൊടുന്നത് കൈയുടെ വ്യഭിചാരമാ. കാമുകന്റെ കൂടെ നടക്കുന്നത് കാലിന്റെ വ്യഭിചാരമാ. സെക്സ് ചിന്തിക്കുന്നത് ഹൃദയത്തിന്റെ വ്യഭിചാരമാ. പെങ്ങളെ, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. തൊടുന്നത് പാപമാ മോളെ, തൊടുന്നത് പാപമാ. ഇത് പറയുമ്പോ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ എങ്ങനെയാ? എന്റെ ചെറുപ്പക്കാരാ, പാപമാടാ. അല്ലാഹനെ പേടിച്ച് ജീവിക്കടാ പൊന്നുമോനെ. അല്ലാഹുവേ, കാലഘട്ടം എത്ര മോശമാണെങ്കിലും, സാഹചര്യം എത്ര മോശമാണെങ്കിലും, ഉസ്താദേ റോഡിലൂടെ പോകുമ്പോ പലതും കണ്ടുപോകുമല്ലോ. ഇന്ന് അങ്ങനെയാണല്ലോ. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ പൊന്നുമോനെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഉമർ തങ്ങളെ ഖലീഫയാണ്. ആ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരന് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്, ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണ്. എന്തുകൊണ്ടാണ് ഉമർ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? 5 നേരം ബാങ്ക് വിളിക്കുമ്പോഴും ആ ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരനാ. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരൻ. അല്ലാഹുവേ, അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് അവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അല്ലാഹുവേ, ഒരു ദിവസം അവന് പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ആ വരുന്ന വഴിയിൽ ഒരു സുന്ദരിയായ പെണ്ണുണ്ട്. അവൾക്ക് ഇവനോട് വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത പ്രണയമാണ്. എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും ആ ചെറുപ്പക്കാരൻ വഴങ്ങുന്നില്ല. എന്തൊക്കെ ചെയ്തു നോക്കിയിട്ടും ആ പെണ്ണിനെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അവസാനം ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞു ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ആരാരുമില്ലാത്ത ഇടവഴിയിലൂടെ ആ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോ ഈ പെണ്ണ് വന്ന് ഒളിച്ചു നിൽക്കുകയാ. ആരാരുമില്ലാത്ത വഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു വരുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഈ പെണ്ണ് ഓടി വന്നിട്ട് അവനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ പെണ്ണ് യാചിക്കുന്നു, എടാ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാ, എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചു തരുമോ, എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചു തരുമോ? ഒരു സുന്ദരിയായ പെണ്ണ് ആരാരുമില്ലാത്ത ഇടപെടിയിൽ ഒരു ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിൽ പിടിച്ച് കിടത്തിയിട്ട് അവിടെ നിന്ന് എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചു തരുമോ, എനിക്കൊരു ചുംബനം തരുമോ? ഒരു സുന്ദരിയായ പെണ്ണ് യാചിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കണ്ണ് നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്. എന്തിനാണ് കരയുന്നതെന്നറിയുമോ? അല്ലാഹുവേ, ഞാൻ നരകത്തിന്റെ അവകാശിയായല്ലോ അല്ലാ. ഒരു പെണ്ണെന്നെ തൊട്ട് കഴിഞ്ഞല്ലോ, ഒരു പെണ്ണിന്റെ ശരീരത്തിൽ തൊട്ടല്ലോ, ഞാൻ വ്യഭിചാരിയായല്ലോ, ഞാൻ നരകത്തിലാണല്ലോ. ഈ ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാ. പെണ്ണോട്
ഓടി രക്ഷപ്പെട്ടടോ. ഈ ചെറുപ്പക്കാരൻ വഴിയോരത്ത് കിടക്കുകയാണ്. അവസാനം യാത്രക്കാര് കണ്ടു. ഈ ചെറുപ്പക്കാരനെ എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. പ്രായം ചെന്ന പിതാവിന്റെ മുമ്പിൽ തന്റെ പൊന്നാര മകനെ കൊണ്ടുപോയി കിടത്തി. മുഖത്തേക്ക് വെള്ളമൊഴിച്ചു. തന്റെ പൊന്നാര മകന് ജീവതാ അവിടെന്ന് ബോധം തിരിച്ചു വന്നപ്പോ എന്തു പറ്റി മോനെ? ഉപ്പാ ഖസറ ദുനിയാ വൽ ആഖിറ. എന്റെ ദുനിയാവും ആഖിറവും നഷ്ടമായി. ഞാനൊരു വ്യഭിചാരിയായി. ഞാൻ നരകത്തിന്റെ അവകാശിയായി. ഒരു പെണ്ണെന്നെ കേറി പിടിച്ചു വാപ്പാ. എന്റെ ശരീരത്തൊരന്യ പെണ്ണ് തൊട്ടു വാപ്പാ. ഞാൻ നരകത്തിലാണ്. വാപ്പ പറഞ്ഞു അല്ല മോനെ, ഒരിക്കലും നീ നരകത്തിലാകൂല. കാരണം എന്റെ പൊന്നുമോൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണ്. അവൾ ഇങ്ങോട്ട് കേറി പിടിച്ചതാണ്. എന്റെ പൊന്നുമോൻ അവളെ തൊട്ടില്ലല്ലോ. എന്റെ പൊന്നുമോ പാപം ചെയ്തില്ലല്ലോ. എന്റെ പൊന്നുമോന് കരയരുത്. വാപ്പ തന്റെ പൊന്നാര മകന്റെ അടുത്തിരുന്ന് സമാധാനിപ്പിക്കുകയാ. കരച്ചില് നിർത്തുന്നില്ലടോ. ഈ പൊന്നുമകൻ കടന്ന് നിലവിളിക്കുകയാണ്. വാപ്പയ്ക്ക് പേടിയായി തന്റെ പൊന്നുമകൻ മരിച്ചു പോകുമെന്ന്. വാപ്പ പിന്നെയും പിന്നെയും സമാധാനിപ്പിക്കുമ്പോ ആ മകൻ പറഞ്ഞു വാപ്പാ, ഉമർ തങ്ങളോട് ചെന്ന മസല ചോദിക്ക്. ഖലീഫ ഉമറിനോട് ചെന്ന മസല ചോദിക്ക്. ആ പിതാവ് ഓടുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് ഓടി ചെന്നിട്ട് തന്റെ പൊന്നാര മകന്റെ സംഭവം വിശദീകരിക്കുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവൻ തെറ്റുകാരനല്ലല്ലോ. വാപ്പയ്ക്ക് സമാധാനമായി. തന്റെ പൊന്നാര മകനോട് പറയാ. വീട്ടിലേക്ക് ഓടി വരുമ്പോ ആ പിതാവ് കാണുന്ന രംഗമെന്തെന്നറിയോ? തന്റെ പൊന്നാര മകൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. നെഞ്ചുപൊട്ടി മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. ആ പൊന്നുമകൻ അവിടെന്ന് മരണപ്പെട്ടു പോയി. എന്തേ കാരണം? തെറ്റുകാരനായി പോയോ അല്ല. ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയോ അല്ല. ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊട്ടല്ലോ അല്ല. പടച്ചവനെ, അതാ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞു. ആ ചെറുപ്പക്കാരന്റെ ജനാസ കബറടക്കുമ്പോഴാണ് എല്ലാവരും പറയുകയാ, ചരിത്രം പറയുകയാ, ആ ചെറുപ്പക്കാരന്റെ കബറിനടുക്കൽ നിന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ ജനാസ കബറടക്കി. ആ കബറിന്റെ തലയുടെ ഭാഗത്തിരുന്നിട്ട് ഉമർ തങ്ങൾ ഓതിയ ആയത്തേതെന്നറിയുമോ? വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരോട്, സ്കൂളിൽ പഠിക്കുന്ന പെൺമക്കളോട് പറയുകയാണ്, മോളെ, കൂടെ പഠിക്കുന്നവൻ നിന്റെ ശരീരത്ത് തൊടുമ്പോ, തെറ്റ് ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ, ഒറ്റയ്ക്ക് കറങ്ങാൻ ചാൻസ് കിട്ടുമ്പോ, എടാ ആരും അറിയില്ലടാ, കള്ളു കുടിക്കടാ, ബിയർ കുടിക്കടാ, നീ ആണെന്ന് പറയുന്ന വർഗത്തിന് തന്നെ നാണക്കേടാടാ, ഒന്ന് കുടിക്കടാ എന്ന് കൂടെ പഠിക്കുന്നവർ നിന്നോട് പറയുമ്പോ നീ അവരോട് പറയണം, ഇന്നി അഖാഫുല്ലാഹ്, എനിക്കല്ലാഹുവിനെ പേടിയാ, എനിക്കല്ലാഹുവിനെ പേടിയാ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് നിന്റെ ശരീരത്ത് കയറി പിടിക്കുമ്പോ അവനോട് പറയണം, എടുക്കടാ കയ്യ്, ഇത് വ്യഭിചാരമാടാ, ഇത് വ്യഭിചാരമാടാ, ഇത് അല്ലാഹുവേ വ്യഭിചാരമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരമാണെന്ന്. ഞാൻ അങ്ങനെ നടക്കുന്നവളല്ലടാ, എടുക്കടാ എന്റെ ശരീരത്ത് നിന്ന് കയ്യ് എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവനൊരു സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്, സദഖ കൊടുത്തവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും ഒരു സ്വർഗമേ ഉള്ളൂ, എല്ലാവർക്കും ഒരേ ഒരു സ്വർഗമേ ഉള്ളൂ. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട് പെങ്ങളെ. ആർക്കാണ്
എവിടാണ് രണ്ട് സ്വർഗമുള്ളതെന്നറിയുമോ? കൂടെ പഠിക്കുന്ന ഒരു അന്യപുരുഷൻ നിന്റെ ശരീരത്ത് കയറി പിടിക്കുമ്പോ എടാ അല്ലാഹ് എനിക്ക് വല്ലാത്ത പേടിയാടാ, ഇത് പാപമാടാ, ഇത് പാപമാടാ. ഫ്രണ്ട്ഷിപ്പ് വേറെ, ഇത് വേറെ. എന്റെ ശരീരത്തിന് ഒരിക്കൽ പോലും നീ തൊട്ടുപോകരുത്, എടുക്കടാ കയ്യെന്ന് പറയുന്ന പെണ്ണ്. കൂടെ പഠിക്കുന്നവന്മാര് കഞ്ചാവ് വലിക്കുമ്പോ, അവര് ബിയറടിക്കുമ്പോ നിർബന്ധിക്കുകയാ, ഒന്ന് വലിച്ചു നോക്കടാ, ഒന്ന് കുടിച്ചു നോക്കടാ. ഒരാളും അറിയില്ലടാ, പറയണം അല്ല കാണുന്നുണ്ടടാ, എനിക്ക് അല്ലാഹനെ വല്ലാത്ത പേടിയാ എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാ വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. രണ്ട് സ്വർഗമാ ഉമ്മമാരെ, പെങ്ങള്, രണ്ട് സ്വർഗമാണ് അല്ലാഹു നിനക്കൊരുക്കി വെച്ചിരിക്കുന്നത്. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറിയാൽ അവർക്ക് അല്ലാഹു രണ്ട് സ്വർഗം തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, പെങ്ങള് പാപമാ മോള്, ഇന്ന് കളിയും തമാശയുമാണ്. കയ്യിൽ മുട്ടായി വെച്ചിട്ട് അതാ കൈ കൊണ്ടുപോയി ഇങ്ങനെ തട്ടുകയാണ്. ഇന്നതാണടോ കണ്ണടച്ചു പിടിച്ചിട്ട്, ഒരു പെൺകുട്ടിയുടെ കണ്ണടിച്ചു പിടിച്ചിട്ട് വന്ന് ചുംബനം കൊടുക്കുന്ന വീഡിയെടുക്കുന്ന കാലമാ. ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും തെറ്റല്ലാതെ കാണുന്ന കാലമാ. ബൈക്കിൽ കയറി പോകുന്നത് പാപമല്ലാതെ കാണുന്ന കാലമാ. പെങ്ങളെ, 1000 വട്ടം പാപമല്ലെന്ന് പറഞ്ഞാലും അത് പാപമാണെന്ന് അല്ലാഹുവിന്റെ ദീൻ പറയുകയാ. ഇന്ന് കൂടെ പഠിക്കുന്നവൻ ഉമ്മ തന്നെ പറയാ ബൈക്കിൽ കയറിപ്പോ, ഉമ്മ തന്നെ പറയുന്ന കയറിപ്പോ, കൂട്ടുകാരന്റെ കൂടെ, കുടുംബത്തിൽ അകന്ന ചെറുപ്പക്കാരന്റെ കൂടെ കയറി വിടുന്നതും പിടിക്കുന്നതും തൊടുന്നതും ഒന്ന് തെറ്റല്ലാതെ ആയിരിക്കുന്ന കാലം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കുന്നത്, എന്റെ പെങ്ങളോട് ഞാൻ പറയുന്നു, നിന്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ നിന്റെ ശരീരത്ത് കയറി പിടിച്ചാൽ അവനുമായിട്ടുള്ള ബന്ധം അപ്പൊ തന്നെ അവസാനിപ്പിക്കണം. കാരണം അവൻ നല്ലവനല്ല. എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, കൂട്ടുകാരോട്, എടാ നിന്റെ ശരീരത്ത് തൊടുന്ന ഒരു പെണ്ണ് അവള് നല്ലവളല്ല, അവള് നല്ലവളല്ല. അവളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവിടെ തന്നെ അവസാനിപ്പിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ തെളിവ് പറഞ്ഞു തരാം, ഞാൻ നിങ്ങൾക്ക് തെളിവ് പറഞ്ഞു തരാം. അങ്ങനെ പിടിക്കുന്നവര് നല്ലവരല്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്ക്. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവിയെയും സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബിയെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരിക്കലൊരു വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് നബിതങ്ങളും സ്വഹാബത്തും തിരിച്ചു വരികയാണ്. ആ യുദ്ധത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെ നബിതങ്ങളും സ്വഹാബത്തും വരുമ്പോ വലിയ ദൂരമുള്ള യാത്രയാണ്, മലമൂത്ര വിസർജനം നടത്തണം. അങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങി നബിതങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആലയോട് പറഞ്ഞു, നീ നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക. ആയിഷ ബീബി പോയി, ആണുങ്ങളെല്ലാവരും നിന്നു. ആയിഷ ബീബി തന്റെ കാര്യമെല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നു. ആയിഷ ബീബി വാഹനത്തിന്റെ മുകളിലേക്ക് കയറുന്നത് നബിതങ്ങളും സ്വഹാബത്തും കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ ആണുങ്ങളോട് പോകാൻ പറഞ്ഞു, ആണുങ്ങളൊക്കെ പോയി. അങ്ങനെ എല്ലാവരും പോയി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആയിഷ ബീബിക്ക് മനസ്സിലാകുന്നത്, തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല, അത് ഇന്ന സ്ഥലത്ത് പോയതാണെന്ന് മനസ്സിലായി. ആയിഷ ബീബി റളിയല്ലാഹു തആല വെളിയിലേക്ക് ഇറങ്ങി, നബിതങ്ങളെ കാണുന്നില്ല. ചിന്തിച്ചു, ഓടിപ്പോയി എടുത്തുകൊണ്ടുവരാം. ആരോടും പറയാൻ നിന്നില്ല, പെട്ടെന്ന് പോയി എടുത്തുകൊണ്ടുവരാം. ആയിഷ ബീബി റളിയല്ലാഹു തആല ഇറങ്ങിപ്പോയി, മാല തേടിയിട്ട് ഇറങ്ങിപ്പോയി. നബിതങ്ങളും സ്വഹാബത്തും വന്നു. ആയിഷ ബീബി കേറുന്നത് കണ്ടതാണ്, അതുകൊണ്ട് തിരക്കിയില്ല. നബിതങ്ങളും സ്വഹാബത്തും യാത്ര തുടർന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല മാലയുമായിട്ട് തിരിച്ചു വരുമ്പോ നബിതങ്ങളെയും സ്വഹാബത്തിനെയും കാണുന്നില്ല. ആയിഷ ബീബി ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി, ഒറ്റയ്ക്കാണ് ഏറ്റവും പുറകിൽ വരുന്നത്. ആ സഹാബി ഒറ്റയ്ക്ക് വരാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കളഞ്ഞു പോകുന്ന വസ്തുക്കൾ എടുത്തുകൊണ്ടുവരാൻ നിർത്തിയിരുന്ന സഹാബിയാണ്. ആ സഹാബി നോക്കുമ്പോ വഴിയോരത്തൊരു പെണ്ണിരുന്ന് കരയുന്നുണ്ട്. ആരാണെന്നറിയില്ല. ആ സഹാബി ചോദിച്ചു, സഫ്വാൻ തങ്ങൾ ചോദിച്ചു, ആരാ ഇവിടെ ഇരുന്ന് കരയുന്നത്? ആരാ, നിങ്ങൾ ആരാ, എന്തിനാ കരയുന്നേ? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ, നബി തങ്ങളുടെ ഭാര്യയായ ആയിഷയാണ് ഞാൻ. ഇന്നാ ലില്ലാഹ്,
ഇന്നാലില്ല. സഫ്വാൻ നിങ്ങൾ പറയും ഇന്നാലില്ല. ചാടി ഇറങ്ങി ഉമ്മ വാഹനത്തിന്റെ മുകളിലേക്ക് കയറും. ഉമ്മ ഈ വാഹനത്തിന്റെ മുകളിലേക്ക് ഉമ്മ കയറ്, കരയിലെ കയറ്, ഞാൻ മുമ്പിൽ നടക്കാം ഉമ്മ. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആയിഷ ബീബി വാഹനത്തിന്റെ മുകളിൽ കയറി യാത്ര തുടർന്നു. കുറെ പോയി കഴിഞ്ഞപ്പോഴാ നബിതങ്ങൾക്ക് ആയിഷ ഇല്ലെന്ന് മനസ്സിലായത്. വലിയ വിഷയമായി. ആയിഷാനെ കാണുന്നില്ല, നബിതങ്ങളുടെ ഭാര്യയെ കാണുന്നില്ല. എല്ലാവരും പറഞ്ഞു, വലിയ ചർച്ചയായി. അപ്പൊ നോക്കുമ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന സഹാബി നടന്നു വരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുന്നു. നബിതങ്ങളുടെ അടുക്കൽ വന്നു വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇന്നതുപോലെ സംഭവിച്ചതാ നബിയെ, എല്ലാവർക്കും സമാധാനമായി. അപ്പോഴാണ് ഈ സഫ്വാൻ എന്ന് പറയുന്ന സഹാബി അപ്പോഴാ അറിയുന്നത് വിഷയം എന്താണെന്ന് പോലും. ഇത്രയും മണിക്കൂർ രണ്ടുപേരും ഒറ്റയ്ക്ക് സഞ്ചരിച്ചു വന്നപ്പോ ആയിഷ ബീബിയോട് എന്തു പറ്റിയെന്ന് പോലും ഒരു വാക്ക് ചോദിക്കാത്ത സഹാബി. അങ്ങനെ അപ്പോഴാണ് ഈ മുനാഫിക്കുകളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹിബ്നു സലൂൻ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവൻ അവൻ ഇങ്ങനെ തുടക്കം കുറിച്ചു. രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് വന്നതല്ലേ, ചെറുപ്പക്കാരല്ലേ, ഇതെങ്കിലൊക്കെ നടന്നിട്ടുണ്ടാകും. ആരോപണം തുടങ്ങി. മദീന മുഴുവനും കാട്ടുതീ പടരുന്നത് പോലെ പടർന്നു. കേട്ടവർ വിശ്വസിക്കാൻ തുടങ്ങി. കാരണം പറഞ്ഞതാരാ? നബിതങ്ങളുടെ കൂടെ പോയവര്, അള്ളാന്റെ റസൂലിന്റെ കൂടെ പോയവരാ ഇത് പറഞ്ഞത്. കേട്ടവരൊക്കെ വിശ്വസിച്ചു. വലിയ വിഷയമായി, നാട് മുഴുവനും ചർച്ചയായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോടും മിണ്ടാതെയായി. അങ്ങനെ നബിതങ്ങൾ മിണ്ടാതായപ്പോ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബിതങ്ങളെ കാണാൻ പോയി. അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്തേ ഉമറെ, എൻ്റെ ആയിഷാനെ കുറിച്ച് എല്ലാവരും പറയുന്നു ആയിഷ തെറ്റ് ചെയ്തെന്ന്, നീ എന്താ പറയുന്നേ? നിന്റെ അഭിപ്രായം എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, ഒരിക്കലും ആയിഷ തെറ്റ് ചെയ്യില്ല, ഒരിക്കലും ആയിഷ വ്യഭിചരിക്കില്ല. അപ്പൊ നബിതങ്ങൾ തന്നെ ചോദിക്കുന്നു, തെളിവുകൾ എതിരാണല്ലോ, എന്ത് തെളിവ് എതിരാണെങ്കിലും ആയിഷ തെറ്റ് ചെയ്യില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇത്ര ഉറപ്പെന്തേ എന്ന്. കേൾക്കണം സഹോദരിമാർ, നബിതങ്ങൾ ആ സഹാബിയോട് ചോദിച്ചു, ഇത്രയും ഉറപ്പിച്ച് നീ പറയാനുള്ള കാരണം എന്താ? ആ സമയത്താണ് ഉമർ തങ്ങൾ ചോദിച്ചു, ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് ആരാ നബിയെ? ആയിഷ ബീവിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആരാ? നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു ആണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹു പറഞ്ഞിട്ടല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചത്? അതെ. എന്നാ ഖുർആൻ പറയുന്നുണ്ട്, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ. ഈ വ്യഭിചാരം എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്, നിങ്ങൾ അതിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്. എന്നിട്ട് അള്ളാഹു പറയുകയാ വസാഅ സബീല. അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്തവരെ അത് ചെയ്യത്തുള്ളൂ, ക്വാളിറ്റി ഇല്ലാത്തവര് മാത്രമേ അത് ചെയ്യുകയുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാ, ആയിഷ ബീബിയോട്, നബിതങ്ങളോട് ആയിഷ ബീബിയെ കുറിച്ച് പറഞ്ഞപ്പോ ചോദിക്കുന്നത്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ അള്ളാഹ് പറയുമോ നബിയെ? ഇല്ല. അപ്പൊ ആയിഷ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എൻ്റെ പെങ്ങളോട് പറയുന്നു, നിന്റെ ശരീരത്ത് കയറി പിടിക്കാൻ വരുന്നവൻ അവൻ ക്വാളിറ്റി ഇല്ലാത്തവനാണെന്ന് നീ മനസ്സിലാക്കുക. എൻ്റെ ചെറുപ്പക്കാരോടും പറയുന്നു, ഞാനതിൻ്റെ പച്ച മലയാളം ഇവിടെ വെച്ച് പറയുന്നില്ല എന്ന് മാത്രം. ക്വാളിറ്റി ഇല്ലാത്തതാണെന്ന് പറഞ്ഞാൽ, എടാ നല്ല കുടുംബത്തിൽ ജനിച്ചത് ഇത് ചെയ്യൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറല്ല, ഈമാൻ നൽകുമാറാകട്ടെ. എടാ നല്ല ഉപ്പായ്ക്കും ഉമ്മായിക്കും ജനിച്ച് നല്ലതുപോലെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണ് നിന്റെ ശരീരത്ത് തൊടുവോ? ഇല്ല. നിന്റെ കൈകൾ കയറി പിടിക്കാൻ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടെ അവസാനിപ്പിക്കണം. അവന്റെ അടുക്ക പറയണം, തെറ്റ് തന്നെയാ, തൊടാൻ പാടില്ല എന്ന് നിനക്കത് പറയാൻ മനസ്സ് കാണിച്ചാൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം, പൊന്നുപെങ്ങളെ, അള്ളാഹു 2 സ്വർഗം തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചോ, നല്ലതുപോലെ ജീവിക്കു പെങ്ങള്, തലമറച്ച് ജീവിക്കു പെങ്ങള്, ഔറത്ത് മറച്ച് ജീവിക്കു പെങ്ങള്. എല്ലാത്തിനും ഒരു പരിധി വേണം പെങ്ങള്. അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവര് ഇന്നത്തെ കോളേജ് ജീവിതമൊക്കെ, ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ നമ്മൾ വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് പടച്ചവര് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നത്തെ പെൺകുട്ടികൾ വളരെ മോശമായ ജീവിത രീതിയിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുന്ന രീതിയിൽ +1 ആകട്ടെ +2 ആകട്ടെ കോളേജ് ഡിഗ്രിയുടെ പഠനമാകട്ടെ ഇതൊക്കെ പഠിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ അതപോടെ വലിയ മര്യാദയോടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുന്ന രീതിയിൽ പെൺകുട്ടികൾക്ക് പഠിക്കുവാനുള്ള സ്ഥാപനമാണ് ഈ രണ്ട് മഹല്ലുകളുടെ കൂട്ടായ്മയിൽ ഈ ചെറുപ്പക്കാരിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ ദീൻ പറയുന്ന രീതിയിൽ ഒരു പെണ്ണ് ദീന് പറയുന്ന രീതിയിൽ വേണം ജീവിക്കാൻ. ഒരിക്കലും അല്ലാഹുവിന്റെ ദീന് പഠിക്കണ്ട എന്ന് പറയുന്നില്ല, വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്ന് അല്ലാഹുവിന്റെ ദീൻ പറയുന്നില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന സ്ഥാനം എന്താണെന്ന് അറിയണമെങ്കിൽ ഇന്നറിയാത്തവർ പലതും പറയുകയാ. എന്റെ പെൺകുട്ടികളോട് പറയുന്നു, പഠിക്കണേ മക്കള്. എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ പഠിക്ക്. എവിടെ വേണമെങ്കിലും നിങ്ങൾ ചെന്ന് പഠിക്ക്. പക്ഷേ എവിടെ ചെന്ന് പഠിച്ചാലും അല്ലാഹുവിന്റെ ദീൻ മറന്നു പോകരുത്, നിന്റെ ആദർശം മറന്നു പോകരുത്. അല്ലാഹുവിന്റെ ദീൻ പറയുന്ന രീതിയിൽ വേണം നീ ജീവിക്കേണ്ടത്. അങ്ങനെ വേണം നിങ്ങൾ പഠിക്കേണ്ടത്. വിദ്യാഭ്യാസത്തിന് വല്ലാത്ത സ്ഥാനം കൊടുക്കുന്ന മതമാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്തിന്റെ അർത്ഥം വായിച്ചാ മതി. ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വായനയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം എത്രയും വലുതാണോ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന സ്ഥാനം വല്ലാത്ത വലുതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് അല്ലാഹുവേ മനോഹരമായ രീതിയിൽ ഫർദയും ഹിജാബും ധരിച്ചുകൊണ്ട് ദീൻ പറയുന്ന രീതിയിൽ വന്ന് അല്ലാഹുവിന്റെ ദീനും പഠിക്കാം, ദുനിയാവും പഠിക്കാം, ആഖിറവും പഠിക്കാം. അതിനു വേണ്ടിയാണ് പടച്ചവന് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെ സമസ്തയെന്ന് പറയുന്ന ഈ പ്രസ്ഥാനം അല്ലാഹുവേ തുടക്കം കുറിച്ചിരിക്കുന്നത് പെൺകുട്ടികൾ നന്നാകുന്നതിന് വേണ്ടിയാ. നിങ്ങൾ നന്നാകണം പെങ്ങള്. എന്തിനാണ് ഇതുപോലെയുള്ള ദീനീ സ്ഥാപനങ്ങള്? എന്തിനാണ് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് മതിയല്ലോ ഉസ്താദ്? എന്തിനാ പെൺകുട്ടികൾക്ക് ഇതുപോലെയുള്ള സ്ഥാപനം? എന്തിനാ പെങ്ങളെ? നിങ്ങൾ നന്നായേ പറ്റൂ പെങ്ങളെ, നിങ്ങൾ നന്നായേ പറ്റൂ. നിങ്ങൾ നന്നായാ വീട് നന്നാകും പെങ്ങളെ, ഭർത്താവ് നന്നാവുകയാണ്, മക്കള് നന്നാവുകയാണ്, ഒരു കുടുംബവും ഒരു നാടും നന്നാവുകയാണ്. അതുകൊണ്ടാണ് പെങ്ങളെ നിങ്ങളോട് ഞങ്ങളിത് പറയുന്നത്. ഉസ്താദേ, ഏത് വഅദ് പറയുന്ന ഉസ്താദും ഞങ്ങളെ കുറിച്ച് കുറ്റം പറയുകയാ, ഞങ്ങളെ വേദനിപ്പിക്കുകയാ, ഞങ്ങളോട് കടുത്ത ഭാഷയിൽ ഞങ്ങളെ വിമർശിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ പഠിച്ച് നല്ല നിലയിലാകണം. ദീനീപരമായിട്ടുള്ള ചുറ്റുപാട് വേണം വേണ്ടത്. എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. നിങ്ങൾ കല്യാണത്തിന് കടന്നു പോകുന്നവരാണ്, വിവാഹത്തിന് കടന്നു പോകുമ്പോ ഖുതുബ ഓതുന്ന ഉസ്താദ് ഒരു ഹദീസ് പറയാറുണ്ട്. തുൽഖുൽ മർഅതു ലി40, 4 കാര്യങ്ങൾ എണ്ണി പറയാറുണ്ട്. ആ 4 കാര്യങ്ങളിൽ അതാ ഉസ്താദ് പറയുന്നത്, ഒന്ന്, വിവാഹം കഴിക്കുന്ന പെണ്ണിന് ഒരു പയ്യന് പരിഗണന കൊടുക്കേണ്ടത് 4 കാര്യങ്ങൾക്കാണ്. 1 സമ്പത്ത്, 2 സൗന്ദര്യം, 3 കുടുംബ മഹിമ, 4 ദീന്. ഈ 4 കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. എന്നിട്ട് അവസാനം അവിടെ പറയുകയാ, ഫളുഫറു ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത്, ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത്. സമ്പത്തിന് മാത്രമല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, ദീനിന് പരിഗണന കൊടുക്കാൻ പറയുകയാ. ദീൻ വേണം ആദ്യം പരിഗണിക്കേണ്ടത്. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണിനെ വേണം. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരനാകണം. അവൻ 5 നേരം നിസ്കരിക്കുന്നവനാണോ? അവൻ ഖുർആൻ ഓതുന്നവനാണോ? അവൾ തലപറിക്കുന്നവളാണോ? അവൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവൾ
പെണ്ണുങ്ങളാണോ ഇങ്ങനെ ദീനിന് വേണം പരിഗണന കൊടുക്കാൻ. ദീനുള്ളവരെ വേണം വിവാഹം കഴിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാനുള്ളത് ഗ്രഹിക്കുമാറാകട്ടെ. ദീൻ ഉണ്ടാകണമെങ്കിൽ വീട്ടിൽ ദീൻ ഉണ്ടാകണം. ഈ പെണ്ണുങ്ങൾ ചോദിക്കുക, എന്തിനാ ഉസ്താദ് ഞങ്ങളെല്ലാവരും വയലു പറയണ, ഉസ്താദ് കുറ്റം പറയണേന്ന്? നിങ്ങളോടുള്ള വെറുപ്പും വൈരാഗ്യം കൊണ്ടതല്ല. ഏറ്റവും കൂടുതൽ വയല് കേൾക്കുന്നത് പെണ്ണുങ്ങളാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ കാക്കാമാരെ. ഏറ്റവും കൂടുതൽ വയല് കേൾക്കണ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? പെണ്ണുങ്ങളാ. ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാരാ? അതും പെണ്ണുങ്ങളാ. ഏറ്റവും കൂടുതൽ ദീനിന് സഹായിക്കുന്നതും പെണ്ണുങ്ങളാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ എന്തൊക്കെ വന്നാലും ഞങ്ങൾക്ക് ഇവരോട് വൈരാഗ്യമൊന്നുമില്ല. ഞങ്ങൾക്കൊരു നിർബന്ധമേ ഉള്ളൂ, പെണ്ണ് നന്നാകണം. പെണ്ണ് നന്നായേ പറ്റൂ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അറിയാത്ത കൊണ്ട് ആമീൻ പറയാത്ത, ഉറക്കെ പറഞ്ഞു. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. കാരണം എന്തെന്നറിയോ? നീ എത്ര വലിയ കൊലകൊമ്പനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ വലിയ ഹാജിയാരോ താടിയുള്ളവനോ പ്രസംഗിക്കുന്നവനോ പള്ളിയിലെ ഇമാമ തങ്ങള വലിയ ഒരു കാര്യമില്ല. നമ്മൾ എത്ര വലിയവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ കാര്യം പോക്ക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നമ്മുടെ മക്കൾ തലതിരിഞ്ഞു പോകും. അതിന് ഏറ്റവും വലിയ തെളിവ് 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയ മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. എത്ര കൊല്ലം? 950 കൊല്ലം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹയെ കുറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ നബി ആര്? നൂഹ് നബി അലൈഹിസ്സലാം. ഈ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. ഈ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചില്ല. അങ്ങനെ വിശ്വസിക്കാതെ വന്നപ്പോ തന്റെ പൊന്നാര മകൻ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങുക, വെള്ളത്തിൽ കിടന്ന് നൂഹ് നബി പറഞ്ഞു, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ ഇതിനകത്ത് കയറടാ. എടാ, ഇന്ന് അള്ളാന്റെ അദാബ് ഇറങ്ങിയിരിക്കുക, എന്ത് ചെയ്താലും രക്ഷപ്പെടൂല. വാപ്പ പറയുന്നത് അനുസരിക്ക്, ഉപ്പച്ചിയുടെ പൊന്നുമോനി ഈ കപ്പലിൽ കയറി രക്ഷപ്പെടുത്താം. അപ്പാ, ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടും. വാപ്പാടെ പണി നോക്കിക്കൊള്ളാം. തൻ്റെ കണ്ണിന്റെ മുമ്പിൽ കിടന്ന് മുങ്ങി മരിച്ചടോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരുടെ മകൻ? ഉറക്കപ്പറ. ആരുടെ മകൻ? ആരുടെ മകൻ? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകൻ. ലൂത്ത് നബി അലൈഹി സ്വലാം, അതും പ്രവാചകനാണ്. ആ ലൂത്ത് നബിയുടെ ഭാര്യ അള്ളാഹിനെ വിശ്വാസമില്ലാത്തവളായിരുന്നു. മക്കളും പോയി. ഇപ്പൊ എന്ത് മനസ്സിലായി? നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ആരുടെ കയ്യിലാ നിന്റെ മക്കളെ ഏൽപ്പിച്ചിട്ട് പോണേ? പറ കാക്ക. ആരുടെ കയ്യിലാ? ഭാര്യയുടെ കയ്യില്. അവള് നല്ലവളല്ലെങ്കിൽ എങ്ങനെ? ഉമ്മ മോളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് പറയുക, നീ റീൽസ് എടുക്കട്ടോ, എന്നിട്ട് ഉമ്മ ആടുക. മകളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് ഉമ്മ പറയുന്നത്, എന്റെ റീൽസ് നീ എടുക്കാൻ. റീൽസ് എടുത്തു കഴിഞ്ഞിട്ട്, കൊള്ളാവോ, സൂപ്പർ ഉമ്മ, ഇനി ഞാൻ ആടാ, ഉമ്മ എന്റെ എടുക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി പറ, അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. നമ്മൾ എത്ര വലിയവരാണെന്നല്ല, നമ്മുടെ ഭാര്യ നല്ലവളാകണം. അതുകൊണ്ടാ പറയുന്നത്, ദീനുള്ളതിനെ കല്യാണം കഴിക്കാൻ. ദീനുള്ളതിനെ കിട്ടിയാലുള്ള പ്രയോജനം എന്താ? ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചുള്ള പ്രയോജനം എന്താ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാജ്യം ഭരിക്കുമ്പോൾ ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാജ്യം ഭരിക്കുമ്പോൾ ആ രാത്രി കാലങ്ങളിൽ തന്റെ ജനതയുടെ പ്രയാസങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഉമർ തങ്ങൾ ഇറങ്ങി നടക്കും. അതാണ് ഖലീഫ. അതാണ് ഇസ്ലാമിന്റെ 4 ഖലീഫമാരുടെ ചരിത്രം. ഇസ്ലാമിക ഭരണം ഇന്ന് ആ ഭരണത്തെ പോലും വിമർശിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഖലീഫമാരുടെ ഭരണത്തെ പോലും, ഏത് ഭരണം? ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പോലും പറഞ്ഞത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് ഉമറിന്റെ ഭരണമാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നത് ഉമറിന്റെ ഭരണമാണ് എന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞ ആ ഉമർ തങ്ങൾ ഉൾപ്പെടെയുള്ള ആ 4 സഹാബികളുടെ, ആ ഖലീഫമാരുടെ ഭരണത്തെ പോലും വളരെ മോശമായ രീതിയിൽ, വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ ഭരണാധികാരികൾ കണ്ടുപഠിക്കേണ്ട ഭരണം. ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. രാത്രിയിൽ ഉമർ തങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കും ജനതയുടെ പ്രയാസം മനസ്സിലാക്കാൻ. അങ്ങനെ ഒരിക്കൽ ഇറങ്ങി നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് വഴക്കു കൂടുകയാണ്. ഒരു വീടിനകത്ത് ഉമ്മയും മകളും കൂടെ വഴക്കു കൂടുന്നുണ്ട്. ഉമർ തങ്ങൾ ഒന്ന് നിന്നു. പടച്ചവരെ, ഈ പാതിരാത്രി എന്തിനാ ഉമ്മയും മകളും കൂടെ വഴക്കു കൂടുന്നത്? ഉമർ തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഉമ്മ മകളോട് പറയുകയാ, പാലിനകത്ത് വെള്ളമൊഴിക്കാൻ.
പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ ഉമ്മ മകളോട് പറയുന്നുണ്ട്. മകള് പറയുന്നു, ഇത് പാപമാ, ഇത് തെറ്റാ, ഞാൻ ചെയ്യില്ല ഉമ്മ, നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഞാൻ ചെയ്യില്ല. ഉമ്മ പറയുന്നു, ഉമ്മയാ പറയുന്നത് മര്യാദയ്ക്ക് വെള്ളമൊഴിക്ക് പാലിൽ. അപ്പോഴും ഈ മകള് പറയുന്നുണ്ട്, രാജ്യം ഭരിക്കുന്നത് ഉമർ തങ്ങളാ, ഖലീഫ ഉമറാണ് രാജ്യം ഭരിക്കുന്നത്. ഉമർ എങ്ങാണ് ഇത് അറിഞ്ഞ നമ്മളെ രണ്ടെണ്ണത്തിന് വെറുതെ വിടത്തില്ല. അപ്പൊ ഉമ്മ മകളോട് പറയുന്നുണ്ട്, ഉമർ എങ്ങനെ അറിയാനാ? ഉമർ വീടിനകത്ത് കിടന്നുറങ്ങുകയാ, നീ പാലിൽ വെള്ളം ഒഴിക്കുന്നത് ഉമർ എങ്ങനെ അറിയാനാ? മര്യാദയ്ക്ക് വെള്ളം ഒഴിക്ക്. ആ സമയത്ത് ആ പൊന്നുമകൾ ഉമ്മാനോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഉമ്മ, ഖലീഫ ഉമർ അറിയുന്നില്ലായിരിക്കും, ഉമർ ഉറങ്ങുകയായിരിക്കും, പക്ഷെ അല്ല കാണുന്നുണ്ട് ഉമ്മ. ഉമ്മ അല്ല കാണുന്നുണ്ട്, അല്ലാഹു ഉറങ്ങുവല്ല, എല്ലാം പടച്ച റബ്ബ് കണ്ടുകൊണ്ടിരിക്കുകയാ. ഈ ഒരു മറുപടിയാണ് ഉമർ തങ്ങളെ വേദനിപ്പിച്ചു കളഞ്ഞു. ഉമർ തങ്ങളുടെ കണ്ണ് നിറച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പള്ളിയിലേക്ക് പോയി. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞു. ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പെൺകുട്ടി ആരാ, അവളെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. അങ്ങനെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു ചെന്നപ്പോൾ ആ കുട്ടി ഒരു യതീമായ മകളാ, ഒരു യതീമായ പെൺകുട്ടി. ഉമ്മയാണെങ്കിൽ ഒരാഴ്ചയായിട്ട് പാലില്ല. ഒരാഴ്ചയായി പാല് കിട്ടാത്തത് കാരണം ആ വീട് പട്ടിണിയില്ല. ആ വീട് പട്ടിണിയില്ല. അതുകൊണ്ടാണ് ഒരല്പം പാല് കിട്ടിയപ്പോ ഉമ്മ പറഞ്ഞു, മോൾ ഇതിനകത്ത് ഇത്തിരി വെള്ളം കലർത്തിയിട്ട് കൊടുക്ക്, വല്ലതും കഴിക്കാൻ കിട്ടുമല്ലോ, വല്ലതും കഴിക്കാൻ കിട്ടുമല്ലോ. ആ പട്ടിണിയുടെ പ്രതിസന്ധിയുടെ സമയത്തും ആ പെൺകുട്ടി പറഞ്ഞത് അല്ല കാണുമെന്ന. ഉമർ തങ്ങൾ ഇതറിഞ്ഞു, വീട്ടിലേക്ക് ചെന്നു. തന്റെ ആൺകുട്ടികൾ രണ്ടുപേരെയും വിളിച്ചു. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്റെ രണ്ട് മക്കളെയും വിളിച്ചിട്ട് പറയുന്നു, എടാ, ഒരു നല്ല പെൺകുട്ടിയുണ്ട്, പണമില്ല, യതീമ, കുടുംബ മഹിമയോ കൊട്ടാരോ ഒന്നുമില്ല, അല്ല ഉണ്ട് ഹൃദയത്തിനകത്ത്, ദീനുള്ള ഒരു പെണ്ണുണ്ട്, എനിക്ക് തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രായം ചെന്നത് കാരണം എനിക്ക് പറ്റൂല. മക്കളെ, നിങ്ങൾ ആരെങ്കിലും കിട്ടുവോ? ഒരു വാപ്പ ചോദിച്ച ചോദ്യമാ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്റെ മകനോട് ചോദിക്കുന്നു, യതീമാണ്, പണമില്ല, കൊട്ടാരമില്ല, വലിയ തറവാടൊന്നുമില്ല, പക്ഷേ ദീനുള്ള ഒരു പെൺകുട്ടിയുണ്ട്, വിവാഹം കഴിക്കുമോ? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം വാപ്പ, എനിക്ക് വേണം. ഉമർ തങ്ങളുടെ മകൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. വല്ലാത്ത മനോഹരമായ ജീവിതമായിരുന്നു. പെങ്ങളെ, എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറയുന്നതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോൻ ആ പെൺകുട്ടിക്കൊരു ജീവിതം കൊടുക്കുകയാ. ഇസ്ലാമിക ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ? വായിക്കണേ ചെറുപ്പക്കാരാ, വായിക്കണേ പെങ്ങന്മാരെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടുന്ന് മരണമെടുത്തെന്ന് മനസ്സിലാവുകയാ. തന്റെ മരണമെടുത്തെന്ന് മനസ്സിലായപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു കുളിച്ച് റെഡിയാവുകയാണ്. അവിടുന്ന് കുളിച്ച് റെഡിയായി മരണത്തിന് വേണ്ടി ഒരുങ്ങി തന്റെ റൂമിനകത്തേക്ക് കടന്നു ചെല്ലുകയാ. തന്റെ റൂമിനകത്തേക്ക് കടന്നു ചെന്നു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയെ വിളിക്കുന്നു, ഫാത്തിമ, ഫാത്തിമ, എന്റെ മരണമെടുത്തു ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എന്റെ മരണമെടുത്തു, ഞാൻ പോവുകയാണ്, എനിക്ക് പൊരുത്തം തരണം. യാത്ര പറയുകയാണ്, വസിയ്യത്തുകൾ ചെയ്യുകയാണ്. ഭാര്യയും ഭർത്താവും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ നിന്ന് കരയുകയാണ്. ഫാത്തിമ നിന്ന് കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, എങ്കിൽ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടയ്ക്ക്, എന്റെ റൂമിന്റെ പുറത്തിറങ്ങ്, എന്റെ റൂമിന്റെ പുറത്തിറങ്ങ്, വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, എന്തിനാ? എന്റെ
റൂമിന്റെ പുറത്തിറക്കിയിട്ട് വാതിലടയ്ക്കാൻ പറയുന്നത് എന്തിനാണ്? നിങ്ങൾ മരിക്കാൻ പോകുന്ന സമയമല്ലേ? ഈ സക്കറാത്തിന്റെ സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ, എന്തിനാണ് എന്നെ പുറത്താക്കുന്നത്? ഫാത്തിമ എന്ന പ്രിയപ്പെട്ട ഭാര്യയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്നി അറാ ഖലഖൂ ലൈസൂ ബി ഉനാസിൻ വലാ ജാ ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ, എന്റെ കൂട്ടുകാര് വരുന്നു ഫാത്തിമ, നീ വെളിയിലിറങ്ങു ഫാത്തിമ, നീ വെളിയിലിറങ്ങു ഫാത്തിമ. പ്രിയപ്പെട്ട ഭാര്യ വെളിയിലിറങ്ങിയിട്ട് വാതിലടച്ച് പെങ്ങള് ഭർത്താവ് സക്കറാത്തിന്റെ അവസ്ഥയിൽ റൂമിനകത്ത് കിടക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ വാതിലടച്ച് പുറത്തു നിൽക്കുകയാ. അതാ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പുറത്തു നിൽക്കുകയാണ്. പടച്ചവനെ, ടെൻഷനായടോ. തന്റെ ഭർത്താവിനെ ആരാ കാണാൻ വരുന്നത്? തന്റെ ഭർത്താവിനെ ആരാ കാണാൻ വരുന്നത്? അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, ഫാത്തിമ എവിടെ നിന്ന് വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്ന മറുപടി എന്തെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാണ്. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട് സലാം പറയുകയാ. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട് സലാം പറയുകയാ. പടച്ചവനെ, അസ്റായിൽ കടന്നു വന്നിരിക്കുകയാണ്. സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഒരു പേടിയുമില്ലാതെ സ്വീകരിക്കുകയാണ്. ഫാത്തിമയുടെ കണ്ടടങ്ങൾ നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്. തന്റെ ഭർത്താവ് എന്താണ് ചെയ്യുന്നതെന്ന് കാണാ. റൂമിന്റെ വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുന്നടാ ചെറുപ്പക്കാരാ. വഅദ് കേൾക്കാമെന്ന ഉമ്മമാരെ, നിസ്കാരപ്പായിലിരുന്ന് ഓതുകയല്ല. പടച്ചവനെ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. ഏതായത്തെന്നറിയുമോ? ഏതായത്തെന്നറിയുമോ? സാധാരണ ആയത്തല്ല പാരായണം ചെയ്യുന്നത്. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വിളിച്ചു പറയുകയാ, തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന തന്റെ പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വിളിച്ചു പറയുന്നു, ഫാത്തിമ, വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കും. ഫാത്തിമ മരിക്കുന്ന സമയത്താണ് തന്റെ ഭാര്യയോട് പറയുന്നത്, ശഹാദത്ത് കലിമ പറഞ്ഞടോ. മുഖത്തേക്ക് തുണിയെടുത്തിട്ട് പെങ്ങള് റൂമിനകത്തനക്കമില്ല, റൂമിനകത്തനക്കമില്ല. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ വാതിൽ തുറന്നിട്ട് ഓടിച്ചെല്ലുമ്പോ ലോകത്തോട് വിട പറന്ന് കിടക്കുകയാ. എന്തൊരു സുഗന്ധമെന്നറിയോ? എന്തൊരു സുഗന്ധമെന്നറിയുമോ? റൂമിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ, ഭർത്താവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ. നാട് മുഴുവനും അറിയുകയാണ്. കണ്ടവർ പറയുന്നു, നല്ല മരണമാ, നല്ല മരണമാ, നല്ല മരണമാ. ജനാസ കാണാമെന്നവര് മുഴുവനും പറയുന്നത് നല്ല മരണമാണെന്നാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവര് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കുളിപ്പിച്ചു. അവിടെന്ന് കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു. അവിടെന്ന് കബറടക്കി. ജനാസ കബറടക്കി കഴിഞ്ഞപ്പോ ഒരാളും പോകുന്നില്ല. വന്നവർ മുഴുവൻ
പള്ളിപ്പറമ്പിൽ നിൽക്കുകയാണ്. കബറടക്കിയിട്ട് ആരും പോകുന്നില്ലടോ. എല്ലാവരും കൂടി നിന്ന് വലിയ ചർച്ചയായി. എല്ലാവരും പറയുന്നു നല്ല മരണമാണ്. അസ്റായിലിനോട് സലാം പറഞ്ഞു, ഖുർആനൂദി, ഷഹാദത്ത് കലിമ പറഞ്ഞു. ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. മയ്യത്ത് കുളിപ്പിച്ചവരും പൊതിഞ്ഞവരും ചുമന്നവരും കബറടക്കിയവരും പറയുകയാ, വല്ലാത്ത പരിമളമായിരുന്നു. അങ്ങനെ കബറടക്കിയ ജനത മുഴുവനും ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് പോയി. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് ജനാസ കബറടക്കിയവർ മുഴുവനും ഒരു നാട് മുഴുവനും പോവുകയാണ്. ഒരു നാട് മുഴുവനും പോയി. എന്നിട്ട് ചോദിച്ചു, ഫാത്തിമ സങ്കടത്തിലാണെന്നറിയാ, വേദനയിലാണെന്നറിയാ, ഭർത്താവ് മരിച്ചതിന്റെ പ്രയാസത്തിലാണെന്നറിയാ, ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ. ഈ നാട്ടുകാര് മുഴുവനും നിന്റെ ഭർത്താവിന്റെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചിട്ട് എന്തിനാണ് വന്നതെന്നറിയുമോ? ഒരേ ഒരു കാര്യം ചോദിക്കാനാ ഫാത്തിമ, ഒരേ ഒരു കാര്യം ചോദിക്കാനാ ഫാത്തിമ. ഞങ്ങൾക്കറിയേണ്ടത് എന്തെന്നറിയുമോ? നിന്റെ ഭർത്താവിന് അല്ലാഹു ഒരു നല്ല മരണം കൊടുത്തു. നിന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുത്തു. ഞങ്ങൾക്കും ഇതുപോലെ ഒരു മരണം വേണം ഫാത്തിമ. ഞങ്ങൾക്കും ഇതുപോലെ ഒരു നല്ല മരണം വേണം ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഭർത്താവിന് ഇതുപോലെ ഒരു മരണം കിട്ടാൻ കാരണം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? കാരണം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഫാത്തിമയുടെ മറുപടി എന്തെന്നറിയുമോ പെങ്ങള്? ഫാത്തിമയുടെ മറുപടി എന്തെന്നറിയുമോ പെങ്ങള്? അല്ലാ പറയുകയാണ്, മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അക്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നന്മ ചെയ്ത മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. പക്ഷേ എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം എന്തെന്നറിയുമോ? ലാകിന വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന വേറെ ഒരാളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം എന്റെ ഭർത്താവിന് അല്ലാഹനെ വല്ലാത്ത പേടിയാ. അല്ല എന്ന് പറഞ്ഞാ കരയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരയുമായിരുന്നു. ഒരിക്കൽ ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്തിരുന്നിട്ട് പരസ്പരം ഭാര്യയും ഭർത്താവും സംസാരിക്കുകയാ. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തന്റെ ഭാര്യയോട് സംസാരിക്കുമ്പോ എന്തോ പറയുമ്പോ ഭാര്യ പറഞ്ഞു അല്ലാ, ഭാര്യ പറഞ്ഞു അല്ലാ. അല്ലാഹുടെ പേര് പറയുമ്പോ റുബമായ ദുഖുറുല്ലാഹ ഫിൽ ലൈൽ യദുഖുറുല്ലാഹ സുമ്മ യബ്കി ഹത്താ യുസ്ബിഹ. അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. വെളുപ്പാങ്കാലം വരെ ഇരുന്നു കരഞ്ഞു. എന്റെ ഭർത്താവ് സുബഹി വരെ നരകം പറഞ്ഞപ്പോഴല്ല, മരണം പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ വെളുപ്പാങ്കാലം വരെ എന്റെ ഭർത്താവിരുന്ന് കരഞ്ഞെന്ന് പറയുമ്പോ പെങ്ങളെ, ഇതാണ് അല്ലയും പറഞ്ഞത്, അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ ചരിത്രം ഞാൻ പറഞ്ഞത് രണ്ട് കാര്യം പറയാനാണ്. ഒന്ന്, ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മകനാ? ഈ
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരിക്കുന്ന സമയം അസ്റായിലിനോട് സലാം പറഞ്ഞ് തൻ്റെ ഭാര്യയോട് ഖുർആനിലെ ആയത്തോതിയിട്ട് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അള്ളാഹു നല്ല മരണം കൊടുക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഒരു നാട് മുഴുവനും ആ മയ്യത്ത് കണ്ടിട്ട് ആ ജനാസ കണ്ടിട്ട് ആ ജനാസയിൽ നിന്നടിക്കുന്ന സുഗന്ധം കേട്ടിട്ട് മരിച്ച വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഈ മനുഷ്യൻ അള്ളാഹു ഇത്രയും നല്ല ഒരു മരണം കൊടുക്കാൻ കാരണം എന്താണെന്ന് ഒരു നാട് മുഴുവനും മരിച്ച വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്ന ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മകനാണെന്നറിയോ? ആരുടെ കുടുംബത്തിൽ ജനിച്ചതാണെന്നറിയോ? ആ ഉമർ തങ്ങൾ പാതിരാത്രി ഇറങ്ങി നടന്നു പോയപ്പോ വീടിൻ്റെ അകത്ത് ഉമ്മ പാലിൽ വെള്ളമൊഴിക്കാൻ പറഞ്ഞപ്പോൾ ഉമ്മ അല്ല കാണുന്നുണ്ടെന്ന് പറഞ്ഞ ആ പാവപ്പെട്ട യതീമായ മകളുണ്ടല്ലോ, ആ യതീമായ മകളുടെ കുടുംബത്തിൽ ജനിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ഇതുകൊണ്ടാണ് ആ മക്കളെ പറയുന്നത് ദീനുള്ളതിനെ കെട്ടാൻ. ഇതുകൊണ്ടാ പറയുന്നത് ദീനുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദീനാണ് പരിഗണിക്കേണ്ടത്. ഞാൻ ഈ ചരിത്രം പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ കാരണം അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, അല്ലാഹ് എന്ന് പറയുമ്പോൾ ആരാണോ ഭയപ്പെടുന്നത്, ആരാണോ കരയുന്നത്, ആരുടെ ജീവിതത്തിലാണോ മാറ്റം വരുന്നത്, അവനാണ് അള്ളാഹു ഖുർആനിലൂടെ സ്വർഗത്തിൻ്റെ അവകാശി എന്ന് അള്ളാഹു സ്വാഗതം പറഞ്ഞ അടിമ. അള്ളാഹു ആ ഗുണം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.